6/6/2002 മുതൽ 6/6/2017 വരെയാണ് യുഗാന്ത്യ കാലഘട്ടത്തിൻ്റെ ഒന്നാം ഭാഗം. അത് ഇങ്ങനെ പറയുമ്പോൾ സാധാരണക്കാർക്ക് അങ്ങോട്ട് മനസ്സിലായെന്ന് വരികയില്ല, ആരും അത്ര വലിയ കാര്യമായിട്ട് അംഗീകരിച്ചെന്നും വരികയില്ല. എങ്കിലും എനിക്ക് കിട്ടിയ ആ വെളിപാടുകളുടെ ആ വർഷങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അതായത് 6/6/2002 മുതൽ 6/6/2017 വരെ യുഗാന്ത്യ കാലഘട്ടത്തിൻ്റെ ഒന്നാം കാലഘട്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള തെളിവ്, അതിനുള്ള കാരണങ്ങൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, 2002 കാലഘട്ടം മുതലാണ് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ മൊബൈൽ ഫോണിൻ്റെ വലിയ ഒരു സംഭവം തുടങ്ങുന്നത്. മൊബൈൽ ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത് 2000 കാലഘട്ടത്തിലാണ്. പിന്നെ അതേ തുടർന്ന് വലിയ ലോകം മുഴുവൻ, ഇന്ത്യയിലും ലോകം മുഴുവനിലും വലിയ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വലിയൊരു മാറ്റം, വലിയൊരു കുതിച്ചുചാട്ടം, പ്രത്യേകിച്ച് ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ വലിയ മാറ്റം ഉണ്ടായി. അത് അങ്ങനെ തുടർന്നു വന്നു. 2005 സുനാമി ഉണ്ടാകുന്നത്. അതിലൂടെ ഒത്തിരി നാശനഷ്ടങ്ങൾ, വലിയ ഭീതി ലോകത്തിലുണ്ടായി, ജനത്തിനുണ്ടായി. തുടർന്ന് 2008-2009 കാലഘട്ടത്തിലാണ് മനുഷ്യരെ, ലോകത്തെ കുലുക്കിയ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുന്നത്. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ 2010-11 കാലഘട്ടങ്ങളിൽ ലോകം മുഴുവൻ തീവ്രവാദികളുടെ ശക്തമായ ആക്രമണം, എല്ലാ രാജ്യങ്ങളിലും തീവ്രവാദ ആക്രമണങ്ങളുണ്ടാകുന്നു, വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു. അതങ്ങനെ പിന്നെ 2014 മുതൽ ലോകം മുഴുവനുമുള്ള ഭരണകൂടങ്ങളുടെ ഭരണക്രമങ്ങളെല്ലാം മാറിയിട്ട് ഏറെക്കുറെ ഏകാധിപത്യ ശൈലിയിലേക്ക് ലോകരാജ്യങ്ങളുടെ ഭരണക്രമങ്ങളെല്ലാം മാറുന്നു. അങ്ങനെ വന്ന് 2017 ഓഖിയോടുകൂടി ഈ ഒന്നാം കാലഘട്ടം, അല്ലെങ്കിൽ യുഗാന്ത്യത്തിൻ്റെ ഒന്നാം കാലഘട്ടം അവസാനിക്കുകയാണ്. ഇത് ഞാൻ വളരെ ചുരുക്കി പറയുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ചിന്തിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കാത്തത്. അപ്പോൾ ഇതാണ് യുഗാന്ത്യത്തിൻ്റെ ഒന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ, ഈ വെളിപാടിൻ്റെ പുസ്തകത്തിലൊക്കെ നമുക്ക് കാണാം, ഒന്നാം മുദ്ര, രണ്ടാം മുദ്ര, ഒന്നാം കാഹളം, രണ്ടാം കാഹളം എന്നൊക്കെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ് ഈ പറഞ്ഞ സമയം, അല്ലെങ്കിൽ ഈ പറഞ്ഞ വർഷങ്ങളെല്ലാം. അതായത് 2002, 2005, 2008, 2011, 2014, 2017 ഇങ്ങനെ ഏറെക്കുറെ 3 വർഷത്തെ കാലയളവിനുള്ളിലുള്ള വ്യത്യാസങ്ങളാണ്, വലിയ വലിയ വ്യത്യാസങ്ങളാണ് ഭൂമിയിലുണ്ടായത്. ഇതാണ് എനിക്ക് കിട്ടിയ വർഷത്തിൻ്റെ നിഗൂഢതകൾ.